ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ പ്രതിരോധ നിരയെക്കുറിച്ച് പുറത്തുവന്ന വാർത്തകളിൽ ഏറ്റവും കൂടുതൽ കേട്ടത് 3 പേരുകളാണ്. സ്കാൽപ് മിസൈലുകൾ, ഹാമർ ബോംബ്, റഫാൽ വിമാനം. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകളും ബോംബുകളും കൃത്യതയോടെ തൊടുത്തുവിടാൻ ഇന്ത്യൻ സേനയെ സഹായിച്ചത് റഫാൽ വിമാനങ്ങളാണ്. റഫാൽ വിമാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തിയെ കൂടി രാജ്യം ഇന്ന് ഓർക്കുന്നുണ്ട്. റഫാൽ യുദ്ധവിമാനം പറത്തിയ ആദ്യ ഇന്ത്യക്കാരനായ എയർ വൈസ് മാർഷൽ ഹിലാൽ അഹമ്മദ്. കശ്മീരിലെ അനന്ത്നാഗിലെ ഒരു സൈനിക കുടുംബത്തിൽ ജനിച്ച് ഇന്ത്യൻ എയർഫോഴ്സിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരിൽ ഒരാളായി മാറിയ വ്യക്തിത്വമാണ് ഹിലാൽ അഹമ്മദ്. ഫ്രാൻസിലെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ അറ്റാഷിയായിരുന്ന സമയത്താണ് റഫാൽ പ്രോഗ്രാമിൽ ഹിലാലിന്റെ പ്രവർത്തനങ്ങൾ നിർണായകമാകുന്നത്. ഫ്ലൈയിങ്ങിലെ കൃത്യതയും പ്രാവീണ്യവുമാണ് റഫാൽ വിമാനത്തെ ഫ്രാൻസിൽ നിന്നും ഇന്ത്യയിലേക്ക് പറത്തുക എന്ന ദൗത്യവും അദ്ദേഹത്തിൽ തന്നെ നിക്ഷിപ്തമാക്കാൻ കാരണമായത്. ഒരു ചെറിയ ആക്സിഡന്റ് പോലും വരുത്താതെ 3000ഓളം മണിക്കൂറുകളാണ് അദ്ദേഹം വിമാനം പറത്തിയിട്ടുള്ളത്. മിറാഷ് 2000, MiG-21 തുടങ്ങി വിവിധ എയർക്രാഫ്റ്റുകൾ പറത്തുന്നതിലും പ്രഗത്ഭനാണ് ഹിലാൽ അഹമ്മദ്. റഫാലും വ്യക്തിഗത നേട്ടങ്ങളും മാത്രമല്ല ഹിലാൽ അഹമ്മദിനെ ഇന്ത്യൻ വ്യോമസേനയുടെ നിർണായക ഘടകമാക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിനെ പുതിയ കാലത്തിനനുസരിച്ച് സജ്ജമാക്കുന്നതിലും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഹൽഗാമിൽ നടന്ന തീവ്രവാദ നീക്കത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ഹിലാൽ അഹമ്മദിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നിർണായകമാണെന്ന് നിസ്സംശയം പറയാം.